ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് ആരാണ് ഒരു വിശ്വാസി എന്നതാണ്. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരെയും ഈ പ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം പിതാവേ. ഇന്ന് ഞങ്ങൾ ആരാണ് ഒരു വിശ്വാസി എന്ന് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാവിധമായ ക്വാളിറ്റികളും അല്ലെങ്കിൽ ഗുണവിശേഷങ്ങളുള്ളവരായിട്ട് മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. സകലമാനുമോഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരെയും ഒരിക്കൽ കൂടെ വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരാണ് ഒരു വിശ്വാസി? വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? അവൻ എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ്. അവൻ എന്ത് വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവൻ എന്ത് വിശ്വാസം അവനുണ്ടാകണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കാണാൻ നോക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, യോഹന്നാൻ 2 പറയുന്നത്, അവനിത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഒന്നാമതായി കാണാൻ സാധിക്കുന്നത് തിരുവെഴുത്തുകളെ വിശ്വസിക്കണമെന്ന് ആയിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ. ഇന്ന് അനേക ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഒരുപക്ഷെ വചനം വായിക്കുന്നുണ്ട്, ഒരുപക്ഷെ മതപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള സഹായങ്ങളും ഒപ്പം തന്നെ ഉത്സാഹത്തോടു കൂടിയുള്ള മതപരമായ കാര്യങ്ങൾക്കെല്ലാം തന്നെയുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരായിരിക്കും. പക്ഷേ അവൻ്റെ ഉള്ളത്തിൽ വചനത്തെ ശരിയായ വണ്ണം വിശ്വസിക്കുവാനൊക്കണം അവർക്ക് മനസ്സില്ല, അല്ലെങ്കിൽ അവർ അതിനെ അത്രമാത്രം ഗൗരവത്തോടു കൂടി കണ്ടിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഇവിടെ പറയുന്നത്, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെറ്റു എന്ന ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പോൾ അവർ ശിഷ്യന്മാരൊക്കെയും കൂടി നടന്നിരുന്ന കർത്താവിൻ്റെ വചനം വാക്കുകളെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ എന്ത് ചെയ്തില്ല? അവർ പരിപൂർണമായി വിശ്വസിച്ചില്ല. യേശുവിൻ്റെ മരണശേഷം ഉയർത്തതിന് ശേഷമാണ് അവർ വാസ്തവത്തിൽ വിശ്വസിക്കുന്നത്. ഇതുപോലെ യേശു ക്രിസ്തു അവരെ മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു വിശ്വാസം, അതിൽ വചനമായിട്ട് നല്ല ബന്ധമില്ല. പലപ്പോഴും അങ്ങനെയാണ് ആ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവവചനങ്ങളിൽ വിശ്വസിക്കുക. ദൈവവചനം എന്താണ് പറയുന്നത്? ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ഇന്ന് പലപ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങൾ വിശ്വസിക്കുന്നു. പിതാവ് അല്ലെങ്കിൽ മാതാവ്, സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാട്ടു നടപ്പനുസരിച്ച് അവരെന്താണ് വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്തു പറയുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്നതേയില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുകയും വചനത്തിലുള്ള കാര്യങ്ങളൊക്കെയും അതാണ് യഥാർത്ഥത്തിലുമായി വിശ്വസിക്കേണ്ടത്. പക്ഷേ പകരം ഇന്ന് ലോകത്തിൽ പല ദൈവവിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പലരും വാസ്തവത്തിൽ അവർ ദൈവവചനത്തെ വിശ്വസിക്കുന്നില്ല എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. പ്രിയ ദൈവമക്കളെ,
അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ശരിയായ ഒരു വീക്ഷണമില്ലാതെയും പലരും വിശ്വാസിയാണെന്ന് പേര് പറയുകയും മറ്റു തരത്തിലുള്ള കാര്യാദികൾ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് തന്നെ ഒരു അപമാനമായിട്ട് മാറുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. നാം മനസ്സിലാക്കണം, അങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവർ എന്താണ് അവരെ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? കാരണം അവരെ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു ദൈവനിന്ദ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം പള്ളി വരുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പല സമയങ്ങളിലും പല നിർണായക സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അവർ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും പള്ളി വരികയും മറ്റ് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ അടുത്ത് അവർ പോകുന്നവരായിട്ട് മാറും. പലപ്പോഴും പല നിർണായക ഘട്ടങ്ങളിൽ മക്കളുടെ വിവാഹം വരുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, ലോകപ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ആചാരപരമായിട്ടുള്ള ലോകപ്രകാരമുള്ള പല ആചാരങ്ങൾ അവർ വെക്കുന്നുണ്ട്. കുഞ്ഞു പിറന്നാലും ഒപ്പം തന്നെ നൂലുകെട്ടായാലും അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയി വചനത്തിൽ അവർ വിശ്വാസം അർപ്പിക്കാത്തൊരു കാലഘട്ടമാണ് നമ്മളായിരിക്കുന്നത് കാണുന്നതൊക്കെ സാധിക്കുന്നു. അപ്പം ഒന്നാമതായി യോഹന്നാൻ 2:22 പറയുന്നത് പോലെ അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് അത് വിശ്വസിക്കുന്നത്. അതിന് മുമ്പിട്ട് അവരെന്ത് ചെയ്തില്ല, അതിനെ ശ്രദ്ധിച്ചില്ല എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അതുപോലെ പല ആളുകളും ഇതുപോലെ വിശ്വാസത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ ശരിയായ വിശ്വാസം, അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള വിശ്വാസക്കുറവ് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വാസക്കുറവ് വരുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ശരിയായ ഒരു വീക്ഷണബോധമില്ലാതെ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നെങ്കിലും അവർ തിരുവെഴുത്തുകളിൽ അവരതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഗൗരവമായ ഒരു വിഷയമാണിതെന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ സ്വാഭാവികമായി ജീവിക്കുന്നു. ശിഷ്യന്മാർ ഈ കർത്താവിൻ്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നില്ല എന്നർത്ഥമല്ല, പകരം അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ആ ഒരു ഭാഗം അവരതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കണക്കാക്കുന്നില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കണം, ദൈവവചനങ്ങൾ വിശ്വസിക്കുകയും വചനം പഠിക്കുകയും വേണം. ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്ന് കാണുന്നതൊക്കെ സാധ്യത. ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ദിനംതോറും പഠിക്കണം, എല്ലാ ദിവസവും പഠിക്കണം. ഒപ്പം തന്നെ നമുക്ക് ഓരോ നമ്മുടെ ദിവസങ്ങൾ ഇടവേളകളിലും ഒപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വചനം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ലോകപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളല്ല, ദൈവവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിപ്പാൻ കൊണ്ട് സാധിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. രണ്ടാമതായിട്ട് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനം നമുക്ക് നോക്കാം. 7:31 പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ അടയാളങ്ങളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്ന അനേക അത്ഭുതങ്ങളുണ്ട്, അത്ഭുത പ്രവൃത്തികളുണ്ട്, മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഇന്ന് ലോകത്തിലെ പല ആളുകളും വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നില്ല, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊരു കെട്ടുകഥയായിട്ടാണ്, അല്ലെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ അതവർ ഒരു ഐതിഹ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഐതിഹ്യമായിട്ടല്ല, പകരം അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമായിട്ട്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായിട്ട് അപ്രകാരം നാം അതിനെ കണക്കാക്കണമെന്നാണ് നമുക്ക് കാണുന്നതൊക്കെ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള
വലിയ ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. പല ആളുകളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ വിശ്വസിക്കുന്നവരായിരിക്കും എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മൂന്നാമതായി നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 8-ന്റെ 30-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കും. നിങ്ങൾക്കറിയാം, ഒരു പുതിയ നിയമ ബൈബിളിൽ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. അതിൽ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പ്രത്യേകമായി ഒരു ചുവന്ന മഷി കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കും. ദൈവത്തിൻ്റെ വാക്കുകൾ, യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പല ആളുകളും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ബൈബിള് മുഴുവനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും യേശുവിൻ്റെ വചനങ്ങളായി, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം പോലെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ആകെ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും വിശ്വസിപ്പാൻ തക്കവണ്ണം അപ്രകാരം ഞാൻ നിങ്ങൾ കൽപ്പിച്ച വചനങ്ങൾ. ഇവിടെ മനസ്സിലാക്കുമ്പോൾ ചില പുതിയ നിയമ വിശ്വാസികളൊക്കെയും കർത്താവ് ആയ യേശുക്രിസ്തു പറയുന്നത് വിശ്വസിക്കുന്നു, പക്ഷേ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. തിരിച്ചും മറിച്ചും സംഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ആരായിരിക്കുന്നു അവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യമാണ് ചിന്തിച്ചത്. ഒന്ന്, തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും ഒന്നാമതായിട്ട്. രണ്ടാമതായി കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. മൂന്നാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും എന്ന് കാണുവാനായിട്ട് അങ്ങനെ സാധിക്കും. നാലാമതായിട്ട് നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 17-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവിൽ നിന്ന് വന്നവനാണ് എന്ന് വിശ്വസിക്കാത്തവനൊന്നും വാസ്തവത്തിൽ ഒരു വിശ്വാസിയല്ല. കാരണം വിശ്വാസികളുടെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഞാൻ വാസ്തവത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, പകരം മൊത്തത്തിൽ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ ലോകം മുഴുവനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒന്ന്, തിരുവെഴുത്തിനെ ആരും അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തിരുവെഴുത്തിൻ്റെ സത്യസന്ധതയെ അതിനെ മനസ്സിലാക്കുന്നില്ലാത്ത ആളുകൾ. ക്രിസ്ത്യാനി എന്ന് പറയും തിരുവെഴുത്തിനെ യഥാർത്ഥമായി കണക്കാക്കാത്തവർ. കാരണം യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിക്കാത്തവർ. മൂന്നാമതായിട്ട് യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാത്തവർ. നാലാമതായിട്ട് യേശു പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവർ, യേശു ഒരു സാധാരണക്കാരൻ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നവർ, അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ അപ്രകാരം മനസ്സിലാക്കുന്നവർ, അവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ യേശു പിതാവിനടുത്ത് വന്നവരെ അല്ലെങ്കിൽ പിതാവിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ വളരെ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് കാണുവാൻ തക്കൊണ്ടും സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ പിതാവിൽ നിന്ന് വന്നത് എന്ന് വിശ്വസിക്കാത്തവർ, ഞാൻ എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു നസറേത്തിൽ വളരുകയും അവിടെ യഹൂദ്യ മലനാട്ടിലൂടെയൊക്കെയും നടന്ന് കളിച്ച് ചിരിച്ച് അവിടെ വളർന്നു വന്ന ഒരു ആശാരിയുടെ മകനാണ് എന്ന് വളർന്നു വന്നപ്പോൾ യഹൂദയിലുള്ള പല ആളുകളും യേശുവിനെ അംഗീകരിക്കുവാനും ഞങ്ങളുടെ യഹൂദന്മാർ രാജാവാണെന്ന് അംഗീകരിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്താണ് ക്രിസ്തു എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു, ക്രൈസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ആരാണ് ക്രിസ്തു എന്ന് പറയുന്നത്? യുഗങ്ങളായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ യുഗങ്ങളായി കാത്തിരുന്നൊരു വ്യക്തി, അവനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഞങ്ങളെ ഭരിക്കുവാൻ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവ്.
ഞങ്ങളെ ഭരിക്കുവാൻ നീതിയോടുകൂടിയും സമ്പൽ സമൃദ്ധിയോടുകൂടിയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്ന് ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ഒരു രാജാവ് ഞങ്ങൾക്കുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. അവർ കാത്തിരുന്ന ഒരു വ്യക്തി ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് 5 അപ്പത്തെയും 2 മീനെയും വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുത്തപ്പോൾ അവിടെ 400 പേര് ഉണ്ടായിരുന്നു. ആ 400 പേര് ഭക്ഷണം കഴിച്ച സമയത്ത് അവർ പറഞ്ഞു, നമുക്ക് ഇവനെ രാജാവാക്കാം, കാരണം നമ്മുടെ രാജാവെന്ന് പറയുന്നത് ഇവനെ നമുക്കാക്കാം. കാരണം ക്രിസ്തു ഇല്ലെങ്കിൽ പോലും അവർ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഗ്രഹിച്ചിരുന്നില്ല. ക്രിസ്തുവിനെ ഗ്രഹിക്കാതെയാണ് ആ കാര്യം പറയുന്നത്. പക്ഷേ യേശു ക്രിസ്തു ആരാണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയില്ലായിരുന്നു. പ്രിയ മക്കളെ, കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞു. ഈ രാജ്യത്ത്, ഈ ലോകത്തുള്ള ഒരു പ്രവർത്തനത്തിലും ദൈവത്തിന് ഇഷ്ടമില്ല. കാരണം ഇനി വരാൻ പോകുന്ന നിത്യരാജ്യത്തിലാണ് കർത്താവിൻ്റെ രാജ്യത്വം എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ഈ ലോകത്തിലെ സർവ്വത്തിൻ്റെയും നിയന്ത്രണം കർത്താവാണെങ്കിൽ പോലും ലോകപ്രകാരമുള്ള ഒരു ലോകഭരണക്രമത്തിൽ ദൈവത്തിന് താല്പര്യമില്ല. കാരണം ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകം ആരുടെയാണ്? ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെയാണ്. കാരണം അവിടെ നിന്ന് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ശപിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് നമുക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, കർത്താവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തു ആരാണ്? ക്രിസ്തു എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് മശിഹ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ഭരിക്കുന്ന ഒരു മശിഹ കടന്നു വരുമെന്ന് അവർ വളരെയധികം ആഗ്രഹിച്ചു. അവനെയാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നത്, യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നത്, ആ രാജാതി രാജാവ്. പക്ഷേ ആ രാജാതി രാജാവ് കടന്നു വന്നപ്പോൾ കാലിത്തൊഴുത്തിലാണ് കർത്താവ് പിറന്നത്. ഒരു തച്ചൻ്റെ മകനായിട്ടാണ് പിറന്നത്. അവിടെയുള്ള എല്ലാവർക്കും ആശ്രയമായി, അഭയമായി, അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, അനേക ഭൂതഗ്രസ്തരെ പറഞ്ഞയച്ചുകൊണ്ട്, അനേക വിധമായ ഭൂതങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട്, ഒപ്പം തന്നെ കുരുടരെയും അന്ധരെയും ഒക്കെ സൗഖ്യമാക്കിക്കൊണ്ട്, പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്നവൻ്റെ, പാപികളുടെ ഒരു വലിയ ഒരു നേതാവായി അല്ലെങ്കിൽ അവരെയൊക്കെയും സംരക്ഷിക്കുന്നവരായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. അപ്രകാരം ദൈവമായിട്ടുള്ള ആ ഒരു കർത്താവിന് ആരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധം, യേശുവിനെ മനസ്സിലാക്കുന്ന, യേശുവിനെ ആരാണ് അയച്ചതെന്ന് മനസ്സിലാക്കുകയും ദൈവം എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുകയും യേശുവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആരാണോ അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ദൈവത്തെ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുക, യേശു ആരാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് പല ആളുകളും യേശു ക്രിസ്തുവിൻ്റെ ആ പാപത്തെ നമ്മൾ പരിഹരിക്കുന്ന, പാപത്തെ കഴുകിക്കളയുന്ന യേശുവിൻ്റെ സ്വഭാവ ഗുണസവിശേഷതകളെ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഒരു പാരമ്പര്യമായ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ അപ്രകാരം പള്ളിയിൽ പോകുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുവിനെ യഥാർത്ഥമായി ഗ്രഹിച്ചറിയുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വലിയ നന്മയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ വചനങ്ങളെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്? 4 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ വിശ്വസിക്കുക. രണ്ടാമതായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. നാലാമതായിട്ട് യേശു ആരാണെന്ന് യഥാർത്ഥമായി ഗ്രഹിക്കുന്നവർ ആയിരിക്കും. യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നവർ. ഈ 4 ഗുണങ്ങളാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആരാണ് വിശ്വാസി എന്ന് പറയുന്നത്. നമുക്ക് അടിസ്ഥാനമായി ലോകത്തിലെ അല്ലെങ്കിൽ മറ്റ് വചനങ്ങൾ പല വിശ്വാസമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നാം വിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ വിശ്വസിക്കുക. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ 28 വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാമതായിട്ടുള്ള അന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ. ആ തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. രണ്ടാമതായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ, അത് എല്ലാം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ സൃഷ്ടിപ്പുണ്ടായിരിക്കാം, മനുഷ്യൻ്റെ സൃഷ്ടി ഉണ്ടായിരിക്കാം,
എല്ലാ തരത്തിലുള്ള അത്ഭുതങ്ങളിൽ ദൈവത്തിൻ്റെ അഗാധമായിട്ടുള്ള പരിജ്ഞാനത്തിൽ വിശ്വസിക്കുക. ദൈവിക സ്വഭാവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആ ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ വിശ്വസിക്കുക. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണെന്ന് വിശ്വസിക്കണം. നമ്മെ മെനഞ്ഞ കർത്താവ് ആണെന്ന് വിശ്വസിക്കണം. സർവ്വത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കും. പിന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ, പർട്ടിക്കുലറായിട്ട് യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരായിരിക്കും. നാലാമതായിട്ട് അവർ യേശു ആരാണെന്ന് അറിയുന്നവരായിരിക്കും. അതാണ് വാസ്തവത്തിൽ വിശ്വാസിയുടെ യഥാർത്ഥ ഗുണമെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ വയ്ക്കുകയും അപ്രകാരം നമ്മൾ ഇത് ഒരു യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് പരിശോധിക്കുകയും അപ്രകാരം പരിശോധിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വിശ്വാസിയായി മാറുവാൻ ഒക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരൊക്കെ ഈ അവസാനത്തെ നാളുകളിലാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ സമയത്താണ് ഇതൊക്കെയും അവർ വിശ്വസിക്കുന്നത്, യഥാർത്ഥമായി പൂർണ്ണമായി വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല ആളുകളും ഇന്നും യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി ഗ്രഹിക്കാത്തവരുണ്ട്. നമ്മളും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കണം. ദൈവം ഓരോരുത്തരും ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രകാരം നല്ലൊരു വിശ്വാസിയായിട്ട് മാറണം. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഭവിപ്പിക്കുവാനും നമ്മുടെ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ കോണിൽ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുവാൻ ദൈവം വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രകാരം ഈ 4 കാര്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവകാലയളവിൽ ആ വിശ്വാസധാര നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരിക്കാൻ നോക്കണം. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ വചനത്തെ ശ്രമിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ആരാണ് യഥാർത്ഥ വിശ്വാസി? ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവൻ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്നവനായിരിക്കും, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നതിനായിരിക്കും, യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നതിനായിരിക്കും, ഒപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് വിശ്വസിക്കുന്നവനായിരിക്കും. അപ്രകാരം ഈ ഗുണങ്ങൾ ഞങ്ങളുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രസംഗം കേട്ട എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവർ യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ കർത്താവ് സഹായിക്കണം. സംസാരിച്ച അടിയനെ താഴ്സമർപ്പിക്കുന്നു. സകല മാനവമോഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.